ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ അശ്വിൻ സുഭാഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, കഴിക്കണം, സമയം ആവണല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഭാസ്കരൻ വിളക്കൊക്കെ കൊളുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് അവർ അനുഗ്രഹിക്കുന്ന സമയത്ത് വേഗം നമ്മുടെ സുഭാഷേട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ 500 റുപ്യ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അശ്വിൻ്റെയും സുനന്ദയുടെയും കയ്യിൽ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പൈസ കൊണ്ട് നല്ലൊരു സിനിമ കാണണം, എന്നിട്ട് ആ സിനിമ അതും നല്ല സന്തോഷമുള്ള സിനിമ കാണണം, എന്നിട്ട് നിങ്ങളുടെ ജീവിതം അതുപോലെ ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഭാസ്കരൻ്റെ ഈ മാറ്റമൊക്കെ കണ്ടിട്ട് എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷേട്ടൻ പെട്ടെന്ന് സന്തോഷമായിട്ട് മെല്ലെ അടുക്കളയിലൊക്കെ കയറിയിട്ട് നല്ല പാട്ടും ഇതൊക്കെ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷേട്ടന് പറ്റിയ നേട്ടം, വല്ലാതെ സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നത്, സുനന്ദയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയെന്ന് വിചാരിച്ചപ്പോൾ സുഭാഷേട്ടൻ്റെ തൻ്റെ ജീവിതം ഇങ്ങനെ ആയതിന് കുഴപ്പമില്ല വിചാരിക്കുക, എന്തായാലും അവൾ നന്നായി ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട് സുഭാഷേട്ടൻ സന്തോഷിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷ് ആകെ ഞെട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധി ഇൻ്റർവ്യൂക്ക് പോകാൻ പുറപ്പെടുന്നുണ്ട്. ഇൻ്റർവ്യൂക്ക് പോകുന്ന സമയത്ത് നമ്മുടെ HR റൗണ്ടിൽ എന്തായാലും സൂര്യ ആയിരിക്കും, സൂര്യയുടെ ഫ്രണ്ടിൻ്റെ ആയിരിക്കും ആ കമ്പനി. അതുകൊണ്ട് എന്തായാലും അവൾ പറയും, എനിക്ക് ഈ ജോലി വേണ്ട. സൂര്യ പറയും, നിനക്ക് ഇങ്ങനത്തെ ജോലിയുടെയൊക്കെ ആവശ്യമുണ്ടോ, നിനക്ക് ഇങ്ങനത്തെ എത്ര കിട്ടാൻ, നിനക്ക് ഒരു 10,000 15,000 എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് കഴിയായിരുന്നില്ലേ, നിനക്ക് രാജകുമാരിയെ പോലെ കഴിയായിരുന്നില്ലേ എൻ്റെ കുട്ടികളെയൊക്കെ പ്രസവിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സൂര്യയുടെ ഓരോരോ വർത്തമാനം കേൾക്കുമ്പോൾ നമ്മുടെ നിധിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും നിധി പറയേണ്ടത്, എനിക്ക് എൻ്റെ ജോലിയും വേണ്ട, ഒന്നും വേണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.